PV അൻവറിൻ്റെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ ട്രോളുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹം ഉടനീളം പറയുന്നുണ്ട്, നേരെ ചൊവ്വേ ആഹാരം കഴിക്കുന്നവന് മനസ്സിലാവില്ല ഇതൊക്കെ. മാത്രമല്ല, ഇന്ന് മുഖ്യമന്ത്രിയും അൻവറും തമ്മിലുള്ള ഒരു വലിയ വാക്ക് പോർക്കളം തന്നെയാണ് ഇന്നുണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ശരീരഭാഷയും അതാണ്. അതായത് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ ആർക്കെതിരൊക്കെയാണോ അന്വേഷണം, അതിൽപ്പെട്ട ആളുകളെ മാതൃകാ ഉദ്യോഗസ്ഥന്മാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണത്തിൻ്റെ പ്രസക്തി വലിയ പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ മനോവീര്യത്തെ തകർക്കും ഇത്തരത്തിലുള്ള ആരോപണം എന്ന് അൻവറിനെ പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. അതിന് അൻവർ കൊടുത്ത മറുപടി പൊതുജനം കേട്ടിരിക്കുകയാണ്. എന്താ അൻവർ പറഞ്ഞത്? പോലീസിൻ്റെ മനോവീര്യം, ഏത് തരം പോലീസിൻ്റെ മനോവീര്യം? ഈ കള്ളന്മാരായ ഈ ആളുകളുടെ മനോവീര്യമാണ് തകർന്നത്. നല്ല ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം അടിക്കടി ഉയരുകയാണെന്നാണ് പറഞ്ഞത്. ഇത് മുഖ്യമന്ത്രിക്കുള്ള നേരിട്ട് മറുപടിയാണ്. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ വെള്ളപൂശുന്നു അൻവർ എന്നതാണ് അൻവറിൻ്റെ പേര് പറയാതെ തന്നെ മുഖ്യമന്ത്രി പരാമർശിച്ചു. അതിനും ഇന്ന് ചുട്ട മറുപടി അൻവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അൻവറിൻ്റെ പഴയ കോൺഗ്രസ് പാരമ്പര്യം പറഞ്ഞപ്പോൾ നേരിട്ടാണ് മറുപടി. അങ്ങനെയാണ് EMS ഇടുന്നു എന്നാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വലിയൊരു പോർക്കളാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം എണ്ണി പറഞ്ഞ അൻവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലെ ഭരണകൂടത്തിൻ്റെ, മുഖ്യമന്ത്രിയുടെ, ഈ ഇരിക്കുന്ന നമ്മുടെ സഹപാനലിസ്റ്റ് അരുൺകുമാർ അടക്കമുള്ളവരുടെ മറുപടി കേരള ജനത പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ചോദിക്കുന്ന ചോദ്യം കണ്ടോ നിങ്ങൾ? സ്വർണം എവിടുന്ന് പിടിക്കുന്നു? എയർപോർട്ടിൻ്റെ മുന്നിൽ വെച്ച് പിടിക്കുന്നു. പിടിച്ചു കഴിഞ്ഞാൽ നിയമം എന്താ പറയുന്നത്? അത് കസ്റ്റംസിന് കൊടുക്കണമെന്ന് പറയുന്നു. ഇവിടെ കസ്റ്റംസിന് കൊടുക്കുന്നില്ല. 102 CRPC പ്രകാരം കേസ് ചാർജ് ചെയ്യുന്നു. എന്താണ് പിടിച്ചെടുത്തത്? ആ എടുത്തത് അതുപോലെ തൊണ്ടിയായിട്ട് കോടതിക്ക് മുമ്പിൽ കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് അത് കൊണ്ടുപോയി ഉരുക്കുന്നു, തൊണ്ടി മുതൽ നശിപ്പിക്കുന്നു. 182 കേസിലും സംഭവിച്ചത് എന്താന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടപ്പം സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താ തോന്നുക? നിങ്ങൾ ആലോചിക്കരുത്. ഇതിനൊക്കെ നേരെ ചൊവ്വേ ആരും മറുപടി. ഇപ്പം തന്നെ അൻവർ ഉയർത്തിയ ആരോപണം തള്ളിക്കളയാൻ അരുൺകുമാർ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ, അൻവറിനെതിരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ, അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ക്രെഡിബിലിറ്റി ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള പ്രതികളെ മുൻകൂറായി സംരക്ഷിക്കുമെന്ന ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ CPM എന്ന പാർട്ടി ആകെ എന്തായിരിക്കുകയാണ്? കഴിഞ്ഞ 2-3-4 ആഴ്ചകളായി ആ പാർട്ടിയുടെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല. അരുൺകുമാർ ഇപ്പോൾ ഇന്നാണ് നമ്മൾ കണ്ടത്. എല്ലാവരും മാമിയുടെ നിരോധാനം പോലെ എല്ലാവരും മുങ്ങിയിരിക്കുകയാണ്. ആരും വരുന്നില്ല. എന്തായാലും കാരണം ഈ ഫ്ലോറിലിരുന്ന് ഈ വിഷയത്തെ വിശകലനം ചെയ്യാൻ പോലും അവർക്കാവുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി കുറച്ച് കർശനമായി വന്നപ്പോഴാണ്, ഇന്ന് അരുൺകുമാറിൻ്റെ സാന്നിധ്യവും കാണുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാം. കാരണം എന്താണ്? ഈ ഉയർത്തിയ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ജനം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. കാരണം ചെറിയ കാര്യമില്ല. സാജൻ സ്കറിയ കാര്യം ഇന്ന് അൻവർ പറഞ്ഞതിൽ ഏറ്റവും വലിയ ക്യാൻവാസിൽ നാളെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമായിരുന്നു. പോലീസ് സേനയുടെ വയർലെസ് ആണ് ചോർത്തിയത്. ലോ ഡിപ്പാർട്ട്മെൻറ്റ് കേസെടുക്കാൻ നിയമോപദേശം കൊടുത്തിട്ടും കൊടുത്തില്ല. മാത്രമല്ല, അദ്ദേഹം പോലീസിനെ വെട്ടിച്ച് ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിൽ പോയി. ആ സ്ഥലങ്ങളൊക്കെ അൻവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പോലീസിന്. പോലീസ് നേരിട്ട് സാജന് വിവരം ചോർത്തി കൊടുത്തു. ഗുരുതരമായ ആരോപണമാണ് ഈ സാജൻ സ്കറിയ. അവിടെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, 100 കൊല്ലമായി RSSന് 100 കൊല്ലം RSS കേരളത്തിൽ പ്രവർത്തിച്ചിട്ടും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വേർതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 2016 മുതൽ ഈ 8 വർഷം കൊണ്ട് ഈ സാജൻ സ്കറിയ എന്നൊരു മനുഷ്യന് ഒരു മറുനാടൻ എന്ന ഒരു വിഷച്ചാനൽ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സാമുദായികത, ആ സമുദായങ്ങൾ തമ്മിൽ അനേക അകൽച്ച ഉണ്ടാക്കാൻ സാധിച്ചു ഈ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ. ഇത് അതിഗുരുതരമായ ഒരു ആരോപണമാണ് അൻവർ പുറത്തുവിട്ടത്. അൻവറിനെ ഏറ്റവും പ്രകോപിതനാക്കിയ വിഷയം അത് തന്നെയാണ്. കാരണം കൃത്യമായി എന്താണ് ഈ നാട്ടിലെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുകയാണ്? ഇത്തരത്തിലുള്ള ഈ വിദ്വേഷം, മാത്രം വേറൊരു കാര്യം കൂടി പറഞ്ഞു. ജാമ്യം സാജൻ സ്കറിയയ്ക്ക് ലഭിച്ചത് തന്നെ പിന്നെ എന്ത് മാനദണ്ഡത്തിലാണ്? ഇനി വിദ്വേഷ പ്രസംഗം നടത്തരുത്, ഇനി വിദ്വേഷ പ്രചരണം നടത്തരുത്. പക്ഷെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഇവിടുത്തെ പോലീസാണ്. ചെയ്യുന്നേയില്ല. അപ്പം ഇവിടെ എന്താണ്? ഇവിടെ BJP ആണ് ഭരിക്കുന്നത്. പേരിന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ,
ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് BJP ആണെന്ന് ഒരു വട്ടം കൂടി ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അത് ഒരു ഭരണകക്ഷി MLA തന്നെ തൻ്റെ എല്ലാ ഭാവിയും പണയം വെച്ചിട്ടാണ്. എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ സുജിത് ദാസ് എന്ന വ്യക്തി എൻ്റെ കാല് പിടിക്കുക, കാല് പിടിച്ചിട്ടാ പറയണ് എനിക്കെന്താ അവൻ്റെ കൂടെ കൂടി എന്താ എനിക്കിതേപോലെ ഉണ്ടാക്കിക്കൂടെ? ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയാണ് എനിക്ക് കിട്ടാൻ പോകുന്ന സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചേ എന്നൊരു വാക്കും കൂടി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇമ്മാരി വ്യക്തികളുമായുള്ള ദുരൂഹമായ തുരങ്ക ഇടപാടാണ് ഈ നാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അൻവർ പറഞ്ഞ കാര്യം.